അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച CPIM. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയെന്ന് ഗോവിന്ദൻ. അൻവറിനെ പ്രതിരോധിക്കാൻ ആഹ്വാനം. അൻവറിന്റെ ശ്രമം പാർട്ടിയെ തകർക്കാനെന്ന MV ഗോവിന്ദൻ. അൻവറിനെതിരെ മലപ്പുറത്ത് കൊലവിളി മുദ്രാവാക്യവുമായി CPIM പ്രതിഷേധം. CPIM-നെതിരെ ആഞ്ഞടിച്ച അൻവർ ജനങ്ങൾക്ക് വേണ്ടി തീപ്പന്തമാകും. LDF-ൽ നിന്ന് പുറത്താക്കിയത് അറിഞ്ഞിട്ടില്ല. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കും. ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതി തന്നെ ആലോചിക്കും. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെ കുറിച്ച് ഞാൻ ആലോചിക്കും. ആളുണ്ടെങ്കിൽ, ആ തരത്തിൽ ആളുണ്ടെങ്കിൽ, അത്രേ ഉള്ളൂ. മറുപടി പറയേണ്ടത് ജനങ്ങളോട് മാത്രമെന്നും അൻവർ. PV അൻവറിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളുന്നു എന്ന് മുഖ്യമന്ത്രി. LDF-ന്റെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദമായി പിന്നീട് പ്രതികരിക്കുമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. അർജുന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ജന്മനാട്ടിലേക്ക്. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ. മൃതദേഹത്തെ അനുഗമിച്ചു കാർവാർ MLA-യും കർണാടക പോലീസും. കുടുംബത്തിന് 5 ലക്ഷം ആശ്വാസധനം നൽകുമെന്ന് കർണാടക സർക്കാർ. തൃശൂരിൽ 3 ATM കൊള്ളയടിച്ച് 65 ലക്ഷം കവർന്ന കവർച്ചാ സംഘം പിടിയിൽ. സംഘത്തിലെ ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തമിഴ്നാട് പോലീസുമായി ഏറ്റുമുട്ടിയത് നാമക്കലിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. ഹരിയാന സ്വദേശികളായ 5 പ്രതികൾ പിടിയിൽ. പണം കടത്തിയത് കണ്ടെയ്നർ ലോറി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. സുപ്രീം കോടതി കേസ് പരിഗണിക്കും വരെ ഒളിവിൽ തുടരാൻ സാധ്യത. ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ സാധ്യത. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം. രോഗബാധ. നാവായിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്ക്. വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. രോഗലക്ഷണങ്ങൾ. കുളത്തിൽ കുളിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥിക്കൊപ്പം കുളത്തിൽ കുളിച്ച മറ്റ് 2 വിദ്യാർത്ഥികളും നിരീക്ഷണത്തിൽ. CPIM-ന് മറുപടിയുമായി PV അൻവർ MLA. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അറിഞ്ഞിട്ടില്ലെന്ന PV അൻവർ. ബന്ധം അവസാനിപ്പിച്ചു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു.